ഡിസൈൻ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആ പ്ലോട്ടിൽ നിന്ന് ചുറ്റുപാടിലേക്കുള്ള കാഴ്ച. രണ്ട്, ചുറ്റുപാടുകളിൽ നിന്ന് ആ പ്ലോട്ടിലേക്കുള്ള കാഴ്ച. ചില സന്ദർഭങ്ങളിൽ പ്ലോട്ടോ ചുറ്റുപാടുകളോ പ്രത്യേകമായ ഒരു കാഴ്ചയും സമ്മാനിക്കുന്നുണ്ടാവില്ല. എന്നാൽ ആ സാഹചര്യത്തിലും ഗൃഹനാഥന്റെ താല്പര്യവും ഡിസൈനറിന്റെ കഴിവും ഒത്തുചേർന്ന് നല്ല മൂഡ് സമ്മാനിക്കുന്ന ഒരു വീട് സൃഷ്ടിക്കാനാകും. സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും വീടിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക്. ഇന്ന് വീടിന്റെ വാതിൽ തുറക്കുമ്പോൾ കേരളീയ ശൈലിയിൽ ചെലവ് കുറച്ച് നിർമ്മിച്ച വീട്. പത്തനംതിട്ടയിലെ മണ്ണാർക്കുളഞ്ഞി എന്ന സ്ഥലത്ത് MC എബ്രഹാമിനും ഭാര്യ മറിയാമ്മയ്ക്കും വേണ്ടി കോസ്ഫോർഡിലെ എഞ്ചിനീയർ ബിജു ജോൺ ഡിസൈൻ ചെയ്ത മേലേടത്ത് വീടിന്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് വീടിന്റെ വാതിൽ തുറക്കുന്നത്. ട്രഡീഷണൽ ആർക്കിടെക്ചറിന്റെ എലിമെന്റ്സ് ആയ മുഖപ്പ്, വുഡൻ ബ്രാക്കറ്റ്സ്, അങ്ങനെയുള്ള പല എലിമെന്റ്സും ഈ വീടിന്റെ എലിവേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്പോസ് ബ്രിക്ക് കൺസ്ട്രക്ഷൻ ആണ്. ലോറി ബേക്കർ തുടങ്ങി വെച്ച് കോസ്ഫോർഡ് ഇന്ന് പിന്തുടരുന്ന എക്സ്പോസ് ബ്രിക്ക് കൺസ്ട്രക്ഷൻ സ്റ്റൈൽ തന്നെയാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിനോടൊപ്പം തന്നെ കുറച്ച് വേലിക്കല്ലിന്റെ പില്ലേഴ്സും ഉപയോഗിച്ചിട്ടുണ്ട്. റോഡ് നിരപ്പിൽ നിന്ന് വളരെ പൊങ്ങിയാണ് ഈ പ്ലോട്ട്. ഈ പ്രദേശത്തിന്റെ, ഈ മണ്ണാർക്കുളഞ്ഞി എന്ന സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുന്നും ചെരുവുകളും നിറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പല തട്ടുകളിലായിട്ടാണ് ഈ പ്ലോട്ട് കിടക്കുന്നത്. അതിന്റെ ഓരോ തട്ടിനെ ഓരോ കയ്യാല വെച്ച് തിരിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കയ്യാലയോട് ചേർന്നാണ് ഈ വീടിന്റെ പുറകിലത്തെ ഭിത്തി പണിതിരിക്കുന്നത്. അപ്പോൾ അകത്തൊരു ഇൻഡോർ ലാൻഡ്സ്കേപ്പിംഗിന്റെ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ആ ഡീറ്റെയിലിംഗ് നമുക്ക് വീടിന്റെ അകത്ത് ചെല്ലുമ്പോൾ ശരിക്കും കാണാം. ഈ വീടിന്റെ രൂപകൽപ്പനയുടെ ആദ്യഘട്ടത്തിൽ ഒരു സുഹൃത്തുകൂടിയായ റവൻ ഈപ്പൻ എബ്രഹാം അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സ്വന്തം വീട് ചെയ്യുന്ന പോലെ ഇത് ചെയ്യണമെന്നാണ്. രൂപകൽപ്പനയുടെ ആദ്യഘട്ടത്തിൽ വീടിനോട് നടുമുറ്റം ഉണ്ടായിരുന്നില്ല. എന്നാൽ കുടുംബ വീട് പൊളിച്ചപ്പോൾ അതിന്റെ പുറവശത്ത് ഒരു ചെറിയ പാറക്കൂട്ടം കണ്ടത് ആ വീടിന്റെ ഡിസൈൻ മാറ്റി ഒരു നടുമുറ്റം കൂടി ചേർത്ത് ആ പാറക്കൂട്ടങ്ങളെ വീടിനുള്ളിലാക്കി ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചു. അതോടൊപ്പം പ്രകൃതിയെ അവിടെ ഒഴുകിക്കൊണ്ടിരുന്ന നീരുറവുകളെ വീട്ടിനുള്ളിലേക്ക് ആകർഷിച്ച് നടുമുറ്റത്തിന്റെ ഭാഗമാക്കി വെളിയിലുള്ള പുറത്തുള്ള കിണറിന്റെ അടുത്തായി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്താനും സാധിച്ചിട്ടുണ്ട്. മുറ്റത്ത് നിന്ന് നേരെ വരുന്നത് ഈ സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിൽ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബിൽറ്റിൻ സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റിംഗിന്റെ കീഴിൽ തന്നെ ഒരു ഷൂ റാക്കിനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഒരു ഫോമൽ ലിവിംഗ് ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ അറേഞ്ച്മെന്റ് ആണ്. ബിൽറ്റിൻ ഫർണിച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സീറ്റിങ്ങിനായാലും അതേപോലെ തന്നെ TV വെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു യൂണിറ്റും ഒരു ബിൽറ്റിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സ്പോസ് ബ്രിക്ക് കൺസ്ട്രക്ഷൻ ആണ്. അപ്പം അതിന് കോൺട്രാസ്റ്റ് വരുത്തുന്ന രീതിയിൽ ചില എലിമെന്റ്സ് മാത്രം ഒരു ഡിഫറെന്റ് കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു മുറിയിലാണെങ്കിൽ ജനലിന്റെ ജാംപ് ലെവലും സിൽ ലെവലും ഒക്കെ ഒരു യെല്ലോ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചില നിഷസ്, അതായത് വാളിന്റെ അകത്തേക്ക് കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ ചെറിയ സ്റ്റോറേജ് ഏരിയാസ് എല്ലാം ഡിഫറെന്റ് കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇന്റേണൽ കോർട്ട്യാർഡാണ്. ഇൻഡോർ ലാൻഡ്സ്കേപ്പ്, ഒരു നാച്ചുറൽ ലാൻഡ്സ്കേപ്പിന്റെ ആംബിയൻസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കയ്യാലയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ലാൻഡ്സ്കേപ്പ് അതേപോലെ തന്നെ നിലനിർത്തി അതിനോട് ചേർന്നിട്ട് ആണ് ഈ കോർട്ട്യാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ലെവലിൽ സേഫ്റ്റിക്ക് വേണ്ടി മാത്രം ഗ്രില്ല് ചെയ്തിരിക്കുകയാണ്, കവേർഡ് അല്ല. അതുകൊണ്ട് തന്നെ മഴവെള്ളമൊക്കെ അകത്തേക്ക് വീഴുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഡിസൈൻ. ഇതിന്റെ അകത്തൊരു ചെറിയ ഫിഷ് പോണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ഒഴുകി പോകാനുള്ള രീതിയിൽ ഒരു ഓവ് ചാനലും കൊടുത്തിട്ടുണ്ട്.
മുകളിലത്തെ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെറാക്കോട്ട ഫ്ലോറിംഗ് ആണ്, അതുപോലെ തന്നെ എക്സ്പോസ് ബ്രിക്ക് കൺസ്ട്രക്ഷനും. റൂഫ് ലെവലിൽ ചെയ്തിരിക്കുന്ന ഒരു ഫില്ലർ സ്ലാബ് ഡീറ്റെയിലിംഗ് ആണ്. ഫില്ലർ സ്ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫില്ലർ മെറ്റീരിയൽ ഇപ്പം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മാംഗ്ലൂ ടൈലാണ്. ആ ഫില്ലർ മെറ്റീരിയൽ വെച്ചിട്ട് വളരെ കനം കുറഞ്ഞിട്ടാണ് സ്ലാബ് വാർക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ടെക്നിക്സ് കൊണ്ടാണ് ഈ വീടിന്റെ ചെലവ് കുറയ്ക്കാൻ സഹായിച്ചിരിക്കുന്നത്. അപ്പം ലിവിംഗ് റൂമിൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. വളരെ ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. ഈ ഡൈനിങ് ഏരിയയെ ഫേസ് ചെയ്യുന്ന ഭിത്തി തന്നെയാണ് ഒരു നിഷ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഒരു ക്യാവിറ്റി പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അപ്പം ഡൈനിങ് ഏരിയയിൽ തന്നെ ബിൽറ്റിൻ ആയിട്ടുള്ള ഷെൽഫ് കൊടുത്തിട്ടുണ്ട്, ചില ഫർണിച്ചറും കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ആകമത്തുള്ള ഇന്റീരിയേഴ്സിൽ ചെയ്തിരിക്കുന്ന ആ ഹൈലൈറ്റിംഗ് ഫീച്ചർ, അതായത് ചില എലിമെന്റ്സ് മാത്രം ഒരു ഡിഫറെന്റ് കളറിൽ, കോൺട്രാസ്റ്റിംഗ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഡൈനിങ് റൂമിലും കാണാം. നേരെ വരുന്ന ഒരു കിച്ചണിലേക്കാണ്. കിച്ചണിന്റെ അകം മാത്രം പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് മെയിൻ്റെനൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം എക്സ്പോസ് ബ്രിക്ക് ആണ്. ആവശ്യത്തിന് വർക്കിംഗ് പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൊടുത്തിട്ടുണ്ട്. അത് ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. പിന്നെ ചെറിയ ബിൽറ്റിൻ ആയിട്ടുള്ള ഷെൽഫ്സും കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. കിച്ചണിനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയുടെ ഫെസിലിറ്റി ഉണ്ട്.